പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ബൃഹജ്ജാതകത്തിൽ വരാഹമിഹിര ആചാര്യൻ പ്രഥമ അധ്യായത്തിലെ 16-ാം ശ്ലോകത്തിൽ എഴുതിയ ഗ്രഹങ്ങളുടെ ശത്രുമിത്ര സമത്വത്തെക്കുറിച്ചുള്ള ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാകുന്നു. ഇവിടെ പ്രസ്തുത ശ്ലോകത്തിൽ സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളുടെ ശത്രുതയും മിത്രത്വവും സമത്വവുമാണ് അദ്ദേഹം വിവരിക്കുന്നത്. ആദ്യമായി അദ്ദേഹം വിവരിച്ചത് സൂര്യൻ്റെ ശത്രുമിത്ര സമത്വത്തെക്കുറിച്ചാണ്. ശത്രു മന്ദസിതൗ സമ ശശിസുതോ മിത്രാണി ശേഷാ രവേഹേ. സൂര്യൻ്റെ ശത്രുക്കൾ, പരമശത്രുക്കൾ മന്ദസിതൗ തൻ്റെ പുത്രനായ ശനിയും ശുക്രനുമാകുന്നു. സമൻ ശശിസുത ചന്ദ്രപുത്രനായ ബുധൻ സമനാകുന്നു. മറ്റ് ഗ്രഹങ്ങൾ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ഈ ത്രിഗ്രഹങ്ങൾ സൂര്യൻ്റെ സുഹൃത്തുക്കളുമാകുന്നു. ഈ ശത്രുമിത്ര ചിന്തയിൽ രാഹു കേതുക്കളെപ്പറ്റി പരാമർശിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ അറിയുക, സൂര്യന് 3 സുഹൃത്തുക്കളും 1 സമനും 2 ശത്രുക്കളുമാകുന്നു. അടുത്തതായി ചന്ദ്രൻ്റെ സുഹൃത്തുക്കളും സമന്മാരുമാരെന്ന് നമുക്ക് ചിന്തിക്കാം. തീഷ്ണാംശുർ ഹിമരശ്മിശ്ച സുഹൃദൗ ശേഷസമ ശീതഗോഹോ ചന്ദ്രനി തീഷ്ണാംശു. സൂര്യനും ഹിമരശ്മി തൻ്റെ പുത്രനായ ബുധനും സുഹൃത്തുക്കളും മറ്റെല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനി സമന്മാരുമാകുന്നു. മറ്റെല്ലാ ഗ്രഹങ്ങളും എന്ന് വെച്ചാൽ ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി. ഇവിടെ ചന്ദ്രന് ശത്രുഗ്രഹങ്ങളില്ല. അടുത്തതായി ചൊവ്വയുടെ വിഷയം നമുക്ക് ചിന്തിക്കാം. ജീവേന്ദൂഷ്ണകരാ കുജസ്യ സുഹൃതഃ ജ്ഞോരിഹി സ്ഥിതാർക്കി സമൗ. ജീവ ഇന്ദു ഉഷ്ണകരാഹ വ്യാഴം, ചന്ദ്രൻ, സൂര്യൻ, ഇവർ 3 പേരും ചൊവ്വയുടെ സുഹൃത്തുക്കളാകുന്നു. ജ്ഞഹ അരിഹി, ശത്രു ബുധനാകുന്നു. സിതാർക്കി സമൗ. ശുക്രനും ശനിയും ചൊവ്വയ്ക്ക് സമന്മാരാകുന്നു, തുല്യന്മാരാകുന്നു. ഇവിടെ 3 ഗ്രഹങ്ങൾ സുഹൃത്തുക്കളും 1 ഗ്രഹം ശത്രുവും 2 ഗ്രഹങ്ങൾ സമന്മാരുമാകുന്നു. അടുത്തതായി ബുധൻ്റെ ശത്രുമിത്രങ്ങളെ നമുക്ക് ചിന്തിക്കാം. മിത്രേ സൂര്യസിതൗ ബുധസ്യ ഹിമകു ശത്രുഹു സമശ്ചാവരേ. ബുധൻ്റെ സുഹൃത്തുക്കൾ സൂര്യനും ശുക്രനുമാകുന്നു. ശത്രുവാകട്ടെ തൻ്റെ മാതാവായ ചന്ദ്രനും. സമശ്ചാവരേ മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വയും വ്യാഴവും ശനിയും സമന്മാരുമാകുന്നു. ചൊവ്വയ്ക്ക് ബുധൻ ശത്രുവാണ്. എന്നാൽ ബുധന് സ്വന്തം അമ്മയാണ് ശത്രു. ചൊവ്വ സമനാകുന്നു. അടുത്തതായി വ്യാഴത്തിൻ്റെ ശത്രുമിത്രങ്ങളെ നമുക്ക് ചിന്തിക്കാം. സൂര്യ സൗമ്യസിതാവരി രവിസുതോ മധ്യ പരേസ്ത്വന്യഥ. സൂര്യ വ്യാഴത്തിന് ബുധനും ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാകുന്നു. രവിസുത ശനി സമനാകുന്നു. മറ്റ് ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ ഇവർ 3 പേരും സുഹൃത്തുക്കളുമാകുന്നു. ഇവിടെ വ്യാഴത്തിന് 3 സുഹൃത്തുക്കൾ, 1 സമൻ, 2 ശത്രുക്കൾ. അടുത്തതായി ശുക്രന് സൗമ്യാർക്കി സുഹൃദൗ സമകുജഗുരു ശുക്രസ്യ ശേഷാവരി. 2 സുഹൃത്തുക്കളാകുന്നു ശുക്രന്, ബുധനും ശനിയും. 2 സമന്മാരുണ്ടാകുന്നു, ചൊവ്വയും വ്യാഴവും. അങ്ങേയറ്റം ശത്രുക്കളാകുന്നു സൂര്യനും ചന്ദ്രനും. നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യാഴത്തിന് പരമശത്രുവാകുന്നു ശുക്രൻ, പക്ഷേ ശുക്രന് സമനാകുന്നു വ്യാഴം. അടുത്തതായി ശനിയുടെ കാര്യം നമുക്ക് ചിന്തിക്കാം. ശുക്രജ്ഞൗ സുഹൃദൗ സമ സുരഗുരുഹു സൗരസ്യ ചാന്യേരയഃ ച അന്യേ അരയഃ. മറ്റുള്ളവരെല്ലാം ശത്രുക്കളാണ്. ആരൊക്കെയാണ്?
ശനിയുടെ സുഹൃത്തുക്കൾ ശുക്രജ്ഞൗ സുഹൃദൗ, ശുക്രനും ബുധനും സുഹൃത്തുക്കളാകുന്നു. സമ സുരഗുരുഹു, വ്യാഴം ബൃഹസ്പതി തൻ്റെ സമനാകുന്നു. മറ്റുള്ളവർ ആരൊക്കെയാണ് മറ്റുള്ളവർ? സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഈ ത്രിഗ്രഹങ്ങൾ തൻ്റെ പരമ ശത്രുക്കളുമാകുന്നു. ഇപ്രകാരം ജ്യോതിഷത്തിൽ ഇവിടെ സപ്തഗ്രഹങ്ങൾക്കും ശത്രുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സമന്മാരുമുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ചിന്തിച്ചാണ് ജ്യോതിഷത്തിൽ നാം ഗ്രഹങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെയും തൽക്കാല സുഹൃത്തുക്കളുണ്ട് ജ്യോതിഷത്തിൽ. അന്യോന്യസ്യ ധനവ്യയ ആയ സഹജ വ്യാപാര ബന്ധുസ്ഥിതാഹ തൽക്കാലേ സുഹൃദഃ. ഒരു ഗ്രഹത്തിൻ്റെ ധനം 2-ാം ഭാവത്തിൽ, വ്യയം 12-ാം ഭാവത്തിൽ, ആയം 11-ാം ഭാവത്തിൽ, സഹജൻ 3-ാം ഭാവത്തിൽ, ബന്ധു 4-ാം ഭാവത്തിൽ, വ്യാപാരം 10-ാം ഭാവത്തിൽ ഈ ശത്രുഗ്രഹം നിൽക്കുകയാണെങ്കിൽ തന്നെ അതു തൽക്കാല സുഹൃത്തുക്കളാകുന്നു, നല്ല ശുഭഫലത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ജ്യോതിശാസ്ത്രം വളരെ മനസ്സിലാക്കി ഗ്രഹങ്ങളുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും സമന്മാരെയും മനസ്സിലാക്കി തൽക്കാല സുഹൃത്ത് ഭാവങ്ങൾ ചിന്തിച്ചതിന് ശേഷം വേണം ജ്യോതിഷി ഫലം പറയുവാൻ. പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന ശുഭവിശ്വാസത്തിൽ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.